Hi everyone, welcome to Statist Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിലെ സെക്കൻഡ് മൊഡ്യൂളായ ലെവി കളക്ഷൻ ആൻഡ് റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ കൊമേഴ്സ് എന്ന് വെച്ചാൽ GSTയുടെ അണ്ടറിൽ കൊമേഴ്സ് എന്താണ്, പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം, അതേപോലെ തന്നെ കോമ്പസിഷൻ സ്കീം, ഈ 3 ടോപ്പിക്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് GSTയിൽ കൊമേഴ്സ് എന്താണ്. കൊമേഴ്സ് എന്താണെന്ന് നമുക്ക് ഇവിടെ പട്ടിക്കും പൂച്ചക്കും പോലും അറിയാലേ. പക്ഷെ ആ കൊമേഴ്സ് എല്ലാം നമ്മളിപ്പോൾ പഠിക്കുന്നത് GST ആക്ട് പ്രകാരം ക്ലിയർലി കൊമേഴ്സ് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ പെടാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിപ്പം പഠിക്കാനുള്ളത്. ആസ് പെർ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലോ, an e-commerce operator shall include every person who directly or indirectly, ഇപ്പോൾ ഒരാൾ ഡയറക്റ്റ്ലിയോ അല്ലെ ഇൻഡയറക്റ്റ്ലിയോ ഓൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ മാനേജ് ചെയ്യുവാണ് ആൻ ഇലക്ട്രോണിക് ഓർ എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദാറ്റ് ഈസ് എൻഗേജ്ഡ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ആൻഡ് ഓർ സർവീസ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ് ആവാം, സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും കൂടി ആവാം അല്ലെ. നമ്മൾ GSTയിൽ എപ്പോഴും പറയുന്നതാണ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. അത് തന്നെ ഇവിടെ പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് ദ സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ആൻഡ് ഓർ സർവീസ് ഓർ ഇൻ പ്രൊവൈഡിങ് എനി ഇൻഫർമേഷൻ. ഇത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാണ്. ഓർ എനി അതർ സർവീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാണ്. ഇൻസിഡന്റൽ ടു ഓർ ഇൻ കണക്ഷൻ ടു ദെർവിത്ത്, ഇൻ കണക്ഷൻ ദെർവിത്ത്, അപ്പം നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ GST ഇതിൽ പറഞ്ഞേക്കുക ഗുഡ്സോ സർവീസോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസോ, അല്ലെങ്കിൽ ആ സർവീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമോ നമ്മൾ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രകാരം അത് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്റർ അത് ഓൺ ചെയ്തതാവണം എന്നില്ല, എന്താവാം, അയാൾ മാനേജ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ അയാൾ അത് വെറുതെ ഓപ്പറേറ്റ് ചെയ്യുന്നതും ആവാം. അപ്പം ഇങ്ങനെയുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊമേഴ്സ് എന്നുള്ള ഒരു അണ്ടറിൽ പെടുത്തിയിരിക്കുകയാണ്, കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നുള്ള ഒരു അണ്ടറിൽ പെടുത്തിയിരിക്കുകയാണ്. അപ്പം അത് കൂടാതെ നമ്മൾ ഇതിൽ റിക്വയർമെന്റ്സ് ഓരോന്ന് പറയുന്നുണ്ട്. ദ റിക്വയർമെന്റ്സ് ഫ്രം എൻ കൊമേഴ്സ് ഓപ്പറേറ്റർ അണ്ടർ GST. GSTയിൽ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ റിക്വയർമെന്റ്സ് പറയുന്നത്, ഒന്നാമത്തെ, all the provisions of the relevant GST law shall apply to such electronic commerce operator as if he is a supplier liable for paying the tax in relation to the supply of such service. ഇപ്പോൾ ഒരാൾ ഇലക്ട്രോണിക്കലി അല്ലാതെ ഒരു സപ്ലൈ നടത്തുവാണ്, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ, അതും ഇലക്ട്രോണിക്കലി നടത്തുന്ന ഒരാളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് നമ്മൾ GST ലോ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ എന്തൊക്കെ ഒരു സപ്ലയറിന് എന്തൊക്കെ ലോ ബാധകമാണോ GSTയുടെ, അതൊക്കെ നമ്മുടെ കൊമേഴ്സ് ഓപ്പറേറ്ററിനും ബാധകമാണ്. കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഇൻഫർമേഷനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസോ, എന്തെങ്കിലും നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ത്രൂ ചെയ്യുന്ന ആ പേഴ്സൺ. അപ്പം അയാൾ അത് ഇലക്ട്രോണിക് അല്ലാത്ത സമയത്ത് അയാൾ ചെയ്യുവാണെങ്കിൽ, നേരിട്ട് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെ GST ലോ പ്രകാരം അയാൾക്ക് ആപ്ലിക്കബിൾ ആയി വരുമോ അതൊക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ, all e-commerce operator or supplier on e-commerce platform are mandatorily required to register under GST irrespective of their turnover. നമ്മൾ നോർമലി സപ്ലയറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേൺ ഓവർ ബേസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്മോൾ സ്കെയിൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യണമെന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ അയാൾ ടേൺ ഓവർ കണക്കാക്കാതെ എല്ലാവരും മാൻഡേറ്ററിലി നമ്മുടെ GST ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. വിച്ച് വിൽ ബി റിക്വയർഡ് ഫോർ ക്ലെയിമിംഗ് ദ ടാക്സ് ഡിഡക്റ്റഡ് ബൈ കൊമേഴ്സ് ഓപ്പറേറ്റർ. അപ്പോൾ അവരുടെ ടാക്സ് ഡിഡക്റ്റഡ് ക്ലെയിം ചെയ്യേണ്ട സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഇൻകം ഇതൊക്കെ വരുന്നില്ലേ, ഇൻപുട്ട് ടാക്സ് ഒക്കെ വരുന്നില്ലേ, അപ്പോൾ ആ സിറ്റുവേഷൻസിലൊക്കെ എന്തെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അയാൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, കമ്പൾസറി ആണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു GST റൂൾസ് ഒരാൾക്ക് എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആവുമോ, നോർമൽ സപ്ലൈ ചെയ്യുന്നതൊക്കെ എങ്ങനെയൊക്കെ ആപ്ലിക്കബിൾ ആവും അതേപോലെ തന്നെ കൊമേഴ്സ് ഓപ്പറേറ്ററിന് ആപ്ലിക്കബിൾ ആവും. രണ്ടാമത്തെ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എല്ലാവരും ടേൺ ഓവർ പോലും നോക്കാതെ എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം.
ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ദ ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ may notify specific categories of service tax on intra-state supplies in the case of GST, of which shall be paid by the electronic commerce operator if such services are supplied through it. ഏതൊക്കെ സർവീസസ് ആണ് അവർ e-commerce പ്ലാറ്റ്ഫോം ത്രൂ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒക്കെ ടാക്സ് അടക്കേണ്ടത് എന്നുള്ള കാര്യം ഗവൺമെന്റ് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഇവരെ അറിയിക്കും. ആ സമയത്ത് നോട്ടിഫൈ ചെയ്യും. അറിയിക്കും മീൻസ് അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ e-commerce operator does not have a physical presence in the taxable territory, ഒരു e-commerce ഓപ്പറേറ്ററിന് ഫിസിക്കൽ ആയിട്ടുള്ള പ്രസൻസ് ഇല്ല ടാക്സബിൾ ടെറിട്ടറിയിൽ. ഫിസിക്കൽ പ്രസൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ്, ഫിസിക്കൽ ഓഫീസ് ഇല്ല. Then a person representing such electronic commerce operator for any purpose will be liable to pay tax. അപ്പം ആ സമയത്താണെങ്കിൽ ആ പേഴ്സൺ ആരാണോ ആ ഇലക്ട്രോണിക് കോമേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അയാളാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത ആ ഓപ്പറേറ്ററിന് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ആരാണോ ആ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് അയാളായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടത്. If there is no representative, the operator will appoint a representative who will be held liable to pay GST. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പേഴ്സണെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കാണിക്കുന്നില്ലെങ്കിൽ, ഫിസിക്കൽ പ്രസൻസും ഇല്ല, അതുപോലെ തന്നെ അവിടെ നമുക്കൊരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആരാണോ അയാൾ ഒരു റെപ്രസെന്റേറ്റീവിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. വിൽ ബി ഹെൽഡ് ലയബിൾ ടു പേ ടാക്സ് GST. അപ്പം അയാളാണ് GST പേ ചെയ്യാൻ ലയബിലിറ്റി അയാളുടെ മേലെ ആയിരിക്കും. GST പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൽ. Next, no threshold exemption has been provided to the electronic commerce operator. Thus, any person who is in the electronic commerce operator or is supplying through an electronic commerce operator, except persons supplying notified service, are made responsible under GST law for deducting and depositing tax at the rate of 1% CGST and 1% SGST from the aggregate value of taxable supplies. അപ്പോൾ ഇവർക്ക് എക്സംഷൻ ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില പ്രോഡക്ട്സിന്റെ കേസിൽ എക്സംഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല, എക്സംപ്റ്റഡ് സപ്ലൈ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇ-കൊമേഴ്സിന്റെ കേസിൽ അങ്ങനെ ഒരു ത്രഷോൾഡ് എക്സംഷൻ ഒന്നും ഇല്ല. ഇത്ര നമുക്ക് ഔട്ട്പുട്ട് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ടാക്സ് അടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എക്സംഷൻ, ത്രഷോൾഡ് എക്സംഷൻ നമ്മുടെ GSTയിൽ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ GST പേയ്മെന്റ് അടച്ചിരിക്കണം. അപ്പോൾ അതൊരു സപ്ലൈയുടെ മേലെയാണ്. നോട്ടിഫൈഡ് സർവീസ് ഒഴികെ ചില നോട്ടിഫൈഡ് സർവീസസ് പറഞ്ഞിട്ടുണ്ട്, അത് ഒഴികെയുള്ള എല്ലാവരും GST പേ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ GST ലോ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഒരു ഡിഡക്ഷൻ ഉണ്ട്, നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1% CGST 1% SGSTയും അവർ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് മേലെ ഡിഡക്റ്റ് ചെയ്യുകയും ആ പാർട്ട് നമ്മുടെ GST ലോ പ്രകാരം ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യണം, ഗവൺമെന്റിന് അടക്കുകയും ചെയ്യണം. എനി ഡീലർ ഓർ trader selling goods or service online would get the payment after deduction of 2% tax. അതുകൊണ്ട് തന്നെ അവർക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് ഈ 2% ടാക്സ് കട്ട് ചെയ്തതിന് ശേഷമുള്ള പേയ്മെന്റ് ആണ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ നീഡ് ടു ഫയൽ GSTR 8 by 10th of the month and suppliers on e-commerce platform are required to file periodical return under GSTR 1, GSTR 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക്കൽ റിട്ടേണിന്റെ ഫോം നമുക്ക് പഠിക്കാം. ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എല്ലാ മാസവും 10th GSTR 8 പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം, GST ഫയൽ ചെയ്യണം. അതുകൂടാതെ പീരിയോഡിക്കൽ റിട്ടേൺസും ഫയൽ ചെയ്യണം. അപ്പം എല്ലാ മാസവും നമ്മൾ 10th GSTR 8 ഫയൽ ചെയ്യണം. അതുകൂടാതെ പീരിയോഡിക്കൽ റിട്ടേൺസ് വേറെയും ഫയൽ ചെയ്യണം. അത് നമ്മൾ GSTR 1, 2A, 2, 1 അതിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഫയൽ ചെയ്യണം. അതുകൂടാതെ ഒരു GSTR 8 ഫയൽ ചെയ്യണം. ഇത് ഫയൽ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇത്രയാണ് ഇ-കൊമേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ GSTയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇ-കൊമേഴ്സിൽ കുറച്ച് എന്തൊക്കെയാണ് നമ്മൾ ഇ-കൊമേഴ്സിന് അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് GST ലോ പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ സിംപ്ലി നോക്കുവാണെങ്കിൽ അവർക്ക് എക്സംഷൻ, ത്രഷോൾഡ് എക്സംഷൻ ഇല്ല. ഒന്നാമത്തെ കാര്യം, അവരെല്ലാവരും ടാക്സ് പേ ചെയ്യേണ്ടതായിരിക്കും. അതേപോലെ തന്നെ അതിനൊരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ അത് പേ ചെയ്യാനായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, ഇതിൽ ഒരു ടേം നമുക്ക് ഒരു ടോപ്പിക് പഠിക്കാണ്ട്, ലയബിലിറ്റി ടു പേ ടാക്സ്. അപ്പോൾ GSTയിൽ നമുക്ക്
ടാക്സ് പേ ചെയ്യണം അല്ലെ. അപ്പൊ ആരാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിരിക്കുന്ന പേഴ്സൺ? അപ്പൊ നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചിട്ടുണ്ട് ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ആ ടാക്സബിൾ പേഴ്സൺ ആണ് ടാക്സ് അടക്കേണ്ടത്. അപ്പൊ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞത് അയാള് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ രജിസ്റ്റർ പെടേണ്ടതായ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല, ടാക്സ് അടക്കണം നിർബന്ധമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ആ രജിസ്റ്റർ ചെയ്യേണ്ടതായ പേഴ്സൺ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അയാൾ നമ്മൾ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് തന്നെ പറയും. അപ്പൊ സിംപ്ലി പറയാൻ വെച്ചാൽ ടാക്സ് അടക്കേണ്ടതായ ലാബിലിറ്റി അയാൾക്കുണ്ട്, എന്നിട്ടും അയാൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അയാളെ നമ്മൾ ഈ ഡെഫിനേഷൻ പ്രകാരം ടാക്സബിൾ പേഴ്സൺ ആയിട്ട് തന്നെ പറയാം. ഇനി ജനറൽ ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, അയാളാണ് GSTയിൽ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഹൗവർ ഇൻ സ്പെസിഫിക് കേസസ് ലൈക്ക് ഇമ്പോർട്ട്സ് ആൻഡ് അതർ നോട്ടിഫൈഡ് സപ്ലൈസ് the liability may be cast on the recipient under the reverse charge mechanism. നമ്മളൊരു റിവേഴ്സ് ചാർജ് മെക്കാനിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ സാധാരണ സപ്ലയർ ആണ് ടാക്സ് അടക്കേണ്ടത്, ചില സമയത്ത് റെസിപ്പിയന്റ് അടക്കേണ്ടി വരും, അതിനാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതല്ലാത്ത സിറ്റുവേഷൻ എല്ലാ സമയവും നമ്മൾ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞ സപ്ലയർ ആയിരിക്കും. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ റെസിപ്പിയന്റ് ആയിരിക്കും ലയബിൾ ടു പേ ടാക്സ്, അയാളായിരിക്കും ടാക്സബിൾ പേഴ്സൺ. Different situation envisaged and different tax points have been explained in the aforesaid section. അപ്പോൾ അതിൽ കാറ്റഗറീസ് ഓഫ് പേഴ്സൺ, ആരൊക്കെ ടാക്സ് അടക്കണ്ടേ എന്നുള്ള കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST ആൻഡ് മേക്കിംഗ് ടാക്സബിൾ സപ്ലൈസ് അണ്ടർ GST. ഒരു പേഴ്സൺ രജിസ്റ്റേർഡ് ആണ് GSTയിൽ, അതേപോലെ തന്നെ അയാൾ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ്, ടാക്സബിൾ അല്ലാത്ത സപ്ലൈസ് ഉണ്ട്, അതല്ലാത്ത ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസ് നടത്തുവാണ്. അയാൾ ആരാണ്? ടാക്സബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ലയബിൾ ടു പേ ടാക്സ് ആണ്, അയാൾക്ക് ലയബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ GST റിക്വയർഡ് ടു മേക്ക് പേയ്മെന്റ് ഓഫ് ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടക്കേണ്ട പേഴ്സൺ. അപ്പൊ ഒന്നാമത്തെ കേസിൽ സപ്ലയർ ആയിരിക്കും, രണ്ടാമത്തെ കേസിൽ സപ്ലയർ ആണെന്ന് നിർബന്ധമില്ല, അതുകൊണ്ടാണ് സപ്ലയർ എന്ന് പറയാത്തത്. റിവേഴ്സ് ചാർജ് മെക്കാനിസം അടക്കേണ്ടത് റെസിപ്പിയന്റ് ആണ് അല്ലെ. മൂന്നാമത്തെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, നമ്മൾ പഠിച്ചു എന്താണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന്. ആ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ രജിസ്റ്റേർഡ് അണ്ടർ GST ആൻഡ് ത്രൂ ഹും സർട്ടൻ കാറ്റഗറീസ് ഓഫ് നോട്ടിഫൈഡ് സപ്ലൈസ് ആർ മെയ്ഡ്. അപ്പൊ അയാളുടെ ത്രൂ സപ്ലൈസ് നടക്കുവാണ്, നോട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് സപ്ലൈസ് നടക്കുവാണെങ്കിൽ അയാളും ടാക്സ് അടക്കേണ്ടതാണ്. അയാളുടെ കേസിൽ ചില പ്രത്യേക ഐറ്റംസ്, ചില സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പം ഇതിന് അണ്ടറിൽ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ലാത്ത എല്ലാ നോട്ടിഫൈഡ് സപ്ലൈസും അയാൾ നടത്തുവാണെങ്കിൽ അയാളും ടാക്സ് അടക്കേണ്ടതാണ്. അപ്പൊ ഒന്നാമത് നമ്മൾ പറഞ്ഞത് രജിസ്റ്റേർഡ് പേഴ്സൺ, രണ്ടാമത്തത് റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്ന കേസിൽ ആ പേഴ്സൺ, മൂന്നാമത്തെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. 4ഉം 5ഉം പറയുന്നത് TDSഉം TCSഉം ആണ്. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് പേയ്മെന്റ് അടക്കുന്ന സമയത്ത് നമ്മൾ കമ്പൽസറിലി അതിന്റെ മേലെ ടാക്സ് കട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. എന്നിട്ട് നമ്മളായിരിക്കും ആ ടാക്സ് നമ്മൾ ഇൻകം ടാക്സ് GST അതോറിറ്റിക്ക് അടക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് TDS വരുന്നതാണ്. TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് ആ കളക്ഷൻ വരുന്നതാണ്. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ രജിസ്റ്റേർഡ് അണ്ടർ GST ആൻഡ് റിക്വയർഡ് ടു കളക്ട് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഒരാൾ പൈസ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ മേലെ ടാക്സ് കളക്ട് ചെയ്തിട്ട് അയാൾ അടക്കേണ്ട സിറ്റുവേഷൻ വരാം. അതേപോലെ തന്നെ TDS എന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ട് പേയ്മെന്റ് അടക്കേണ്ടി വരാം. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. അപ്പൊ TCSഉം TDSഉം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇപ്പൊ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് രജിസ്റ്റേർഡ് പേഴ്സൺ, രണ്ടാമത്തെ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസം, മൂന്നാമത്തെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, പിന്നെ TDSന്റെ സിറ്റുവേഷൻ, TCSന്റെ സിറ്റുവേഷൻ. ഇത്രയും ആൾക്കാരാണ് ലയബിൾ ടു പേ ടാക്സ് ആയിട്ട് വരുന്നത്. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സപ്ലയർ ആണ് ടാക്സ് അടക്കേണ്ടത്, അതല്ലാതെ റെസിപ്പിയന്റ് ടാക്സ് അടക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ കേസസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. റിവേഴ്സ് ചാർജ് പ്രകാരം നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുന്ന, സപ്ലയർ അല്ലാതെ റെസിപ്പിയന്റ് ടാക്സ് അടക്കേണ്ടി വരുന്ന എന്തൊക്കെയാണ് സിറ്റുവേഷൻസ്? ഒന്നാമത്തത് സപ്ലൈ ഫ്രം എൻ അൺരജിസ്റ്റേർഡ് ഡീലർ ടു എ രജിസ്റ്റേർഡ് ഡീലർ. ഇപ്പൊ ഒരാൾ അൺരജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞാൽ അയാൾ ടാക്സ് അടച്ചിട്ടില്ല അല്ലെ. അപ്പൊ അയാൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് അയാൾ അതിന്റെ മേലെ ടാക്സ് കളക്ട് ചെയ്യില്ല. സാധാരണ സപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസിപ്പിയന്റ് ആരാണോ അയാളുടെ കയ്യിൽ നിന്നുള്ള പൈസയുടെ മേലെ ഇയാൾ ടാക്സ് കളക്ട് ചെയ്യും, എന്നിട്ട് ആ ടാക്സ് എന്ത് ചെയ്യും? ഈ GSTയിലേക്ക് അടക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാൾ ടാക്സ് അടച്ചിട്ടില്ല, അയാൾ ടാക്സ് കളക്റ്റും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ടാക്സ് അടക്കാത്തൊരു സപ്ലൈ
ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ വാങ്ങിക്കുവാണ്. ഇപ്പൊ രജിസ്റ്റേർഡ് പേഴ്സൺ വാങ്ങിക്കുന്ന സമയത്ത് അയാൾ അതിന്റെ മേലെ ടാക്സ് അടക്കണം. അടച്ചു കഴിഞ്ഞാലും അയാൾക്ക് ഇത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് അത് അയാൾ ഡബിൾ ടാക്സ് അടക്കുന്ന സിറ്റുവേഷൻ അല്ല വരുന്നത്. അയാൾ ഓൾറെഡി അതിന്റെ മേലെ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. നോർമലി അയാൾ ആ ടാക്സ് ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് ആയിരുന്നെങ്കിൽ ഇയാൾ ടാക്സും കൂടി കൂട്ടിയിട്ട് ആ അൺരജിസ്റ്റേർഡ് പേഴ്സണ് കൊടുക്കേണ്ടതായിരുന്നു അല്ലെ. ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു സാധനം വാങ്ങിക്കുവാണ്. ഇപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ അയാൾ 100 രൂപക്ക് സാധനം സപ്ലൈ ചെയ്യുവാണ്. ടാക്സ് ഒന്നും അയാൾ കളക്ട് ചെയ്യുന്നില്ല, വെച്ചാൽ അയാൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ 100 രൂപക്ക് സാധനം കൊടുക്കുവാണ്. ശരിക്കും അയാൾ രജിസ്റ്റേർഡ് ആയിരുന്നെങ്കിൽ 100 രൂപയുടെ മേലെ 20 രൂപ ടാക്സ് ആണെങ്കിൽ 120 രൂപക്കായിരുന്നു സാധനം കൊടുക്കേണ്ടത്. പക്ഷെ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയതുകൊണ്ട് അയാൾ 100 രൂപക്ക് കൊടുത്തു, ടാക്സ് ഇല്ലാതെ കൊടുത്തു. ഇപ്പൊ ഈ 100 രൂപക്ക് കിട്ടിയ ആൾ എന്ത് ചെയ്യണം? 20 റുപ്പീസ് അയാളെ ടാക്സ് അടക്കണം. എന്ന് വെച്ചാൽ 120 ആക്കണം അതിനെന്തായാലും. 20 റുപ്പീസ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിലേക്ക് തിരിച്ചു കിട്ടും. ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞത്. ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലർ അടുത്ത് ഒരു രജിസ്റ്റേർഡ് ഡീലർ സാധനം വാങ്ങിക്കുവാണ്. സാധാരണ അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ സിറ്റുവേഷനിൽ രജിസ്റ്റേർഡ് ഡീലർ ആണെങ്കിൽ അയാളാണ് ടാക്സ് അടക്കേണ്ടത്. അപ്പൊ അയാൾ അത് ടാക്സ് അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ ഇവിടെ ആ സിറ്റുവേഷൻ വരാത്തതുകൊണ്ട് ഈ രജിസ്റ്റേർഡ് ഡീലർ ആർക്കാണോ സാധനം കിട്ടിയത്, ഇവിടെ റെസിപ്പിയന്റ് ആണ് അയാൾ, എന്നാലും അയാൾ ടാക്സ് അടക്കേണ്ട സിറ്റുവേഷൻ വരും. ഇതാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സർവീസസ് ത്രൂ ആൻഡ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ സർവീസസ് വരുവാണ്. ഇപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ടു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അങ്ങനെയുള്ള സർവീസസ് വരുന്ന സമയത്ത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആരാണോ അത് റിസീവ് ചെയ്യുന്നത് അയാൾ ടാക്സ് അടക്കേണ്ട സിറ്റുവേഷൻ വരാം. അപ്പൊ അങ്ങനെയുള്ള ആ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണോ ആ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അയാൾ ടാക്സ് അടക്കേണ്ടി വരും. ഇനി അങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളെ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ സിറ്റുവേഷൻ വരുന്നത്. ഇനി സർവീസ് ഓഫ് ദ ഗുഡ്സ് ഓർ സപ്ലൈസ് ഓർ ബോത്ത് ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. ഇനി നോൺ ടാക്സബിൾ ടെറിട്ടറി ചില സിറ്റുവേഷൻ ഉണ്ടാവും, അവിടെ നോൺ ടാക്സബിൾ ആണെന്ന് വിചാരിച്ചോ. അപ്പം അവിടെയാണ് ഈ സപ്ലയർ ഇരിക്കുന്നതെങ്കിൽ ആ സപ്ലയർ ടാക്സ് അടക്കുന്നില്ല അല്ലെ, നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ഇരിക്കുന്ന സപ്ലയർ ആണ്. അപ്പൊ റെസിപ്പിയന്റ് ടാക്സ് അടക്കേണ്ടവർ നേരത്തെ നമ്മൾ അൺരജിസ്റ്റേർഡ് പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ ആ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലാണ് ടാക്സ് അടക്കുന്നില്ല. അതുകൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് ആരാണോ റിസീവ് ചെയ്യുന്നത് ആ പേഴ്സൺ നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും. നെക്സ്റ്റ് വരുന്ന ടാക്സസ് levied under reverse charge mechanism on an unorganized sector. Unorganized sector വരുവാണ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സപ്ലൈ റിസീവ് ചെയ്യുന്ന ആൾ രജിസ്റ്റേർഡ് ആണ്. പക്ഷെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരു ഫേം ആയിട്ടൊന്നും വർക്ക് ചെയ്യല്ല, അവർ അൺഓർഗനൈസ്ഡ് ആയിട്ട് സിംഗിൾ ആയിട്ട് തന്നെ അവർ വർക്ക് ചെയ്യാണ്. എന്നിട്ട് അവർ ഒരുമിച്ചാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർ ഒരുമിച്ച് ഒറ്റയടിക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് തരുന്നില്ല, ഒരാളായിട്ട് തരുന്നത്. പക്ഷേ എന്നാലും ഈ ഓരോരോ ആൾക്കാരെ നമുക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓരോ ആൾക്കാർ എന്ന് പറയുന്നത് കുറേ ഉണ്ടാവാം. ചില വില്ലേജസ് ഒക്കെ ഉണ്ടല്ലോ, അവർ കൈത്തറിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുടിൽ വ്യവസായം പോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ എല്ലാവരും കൂടി ഒരാൾക്ക് സപ്ലൈ ചെയ്യുവാണ്. ശരിക്കും അവർ എല്ലാവരും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് ടാക്സബിൾ അണ്ടറിൽ വരുന്നതാണ്. പക്ഷെ അവർ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് അവിടെ ടാക്സ് അടക്കേണ്ടി വന്നില്ലെങ്കിൽ ആരാണോ റിസീവ് ചെയ്യുന്നതാണ് അയാൾ ടാക്സ് അടക്കണം. എന്ന് വെച്ചാൽ അൺരജിസ്റ്റേർഡ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ. ഇനി നെക്സ്റ്റ് വരുന്ന സപ്ലൈ ഓഫ് certain ഗുഡ്സ് ആൻഡ് സർവീസസ് സ്പെസിഫൈഡ് ബൈ ദ ഗവൺമെന്റ്. ചില സമയത്ത് ഗവൺമെന്റ് പറയും ചില certain ഗുഡ്സ് ആൻഡ് സർവീസസിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും, ഇതിന്റെ ഇന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ ഇതിന്റെ മേലെ ടാക്സ് അടക്കാം. വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ ടാക്സ് അടക്കണ്ടെന്നോ അങ്ങനെ രീതിയിൽ പറയാം. പക്ഷെ അതിന്റെ ടാക്സ് അടക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് മാത്രമേ ടാക്സ് അടക്കണ്ടാത്തുള്ളൂ. അവരുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യുന്ന ആൾക്കാരെ ടാക്സ് അടക്കേണ്ടി വരും. എന്നുവെച്ചാൽ ആ ഒരു ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവർ ശരിക്കും ടാക്സ് അടക്കുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഗുഡ്സ് എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് നോൺ ടാക്സബിൾ അല്ല, പക്ഷെ ഇന്ന കാറ്റഗറി ആൾക്കാർ ടാക്സ് അടക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കേസിൽ പറയുന്നുണ്ട് അല്ലെ, ടാക്സ് അടക്കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന റെസിപ്പിയന്റ് ആരാണോ അവർ ആ സമയത്ത് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പസിഷൻ ആണ്. കോമ്പസിഷൻ ലെവി അല്ലെ കോമ്പസിഷൻ സ്കീം എന്ന് പറയും. ഈ കോമ്പസിഷൻ സ്കീം കൊടുത്തിരിക്കുന്ന GST എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഫോർമാലിറ്റീസ്, ഇപ്പം GST രജിസ്ട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ GST ഫയൽ ചെയ്യണം അല്ലെ, റിട്ടേൺ ഫയൽ ചെയ്യണം, പീരിയോഡിക്കലി ഫയൽ ചെയ്യണം. അപ്പം ഇതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു സ്കീം വന്നിരിക്കുന്നത്, കോമ്പസിഷൻ സ്കീം എന്ന് പറഞ്ഞിട്ട്. ഈ കോമ്പസിഷൻ സ്കീം പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 crore, അഗ്രിഗേറ്റ്
ടേൺ ഓവർ ഒരു വർഷത്തെ 1.5 crore കുറവാണെങ്കിൽ അവർക്ക് GST രജിസ്റ്റർ ചെയ്ത് GST റേറ്റ് അല്ലാതെ കോമ്പസിഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റേറ്റ് പ്രകാരം എന്ന് വെച്ചാൽ അതൊരു ചെറിയ റേറ്റ് ആണ്, GSTയുടെ റേറ്റ് പോലെയല്ല, ചെറിയൊരു റേറ്റ് ആണ് വരുന്നത്. ആ റേറ്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ ആ റേറ്റ് പ്രകാരം ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ ഒരു റൂള് വന്നു. ഇതാണ് കോമ്പസിഷൻ സ്കീം അല്ലെ കോമ്പസിഷൻ ലെവി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പുതിയ അമെൻമെന്റ് പ്രകാരം പറഞ്ഞിട്ടുണ്ട് അത് 1.5 crore താഴെ എന്നുള്ളത് മാറ്റിയിട്ട് 1 crore to 1.5 crore എന്നുള്ള ഒരു ലിമിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പുതിയ ഇത് പ്രകാരം ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ പറയുന്ന സമയത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഫോർ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആയ അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം ഇവിടെയൊക്കെ വരുന്നത് ദ ലിമിറ്റ് 75 lakhs. അവിടെ 75 lakhs ആണ് നമ്മളെ ലിമിറ്റ് പറയുന്നത്. ഇനി GSTയുടെ അമെൻമെന്റ് ആക്ട് 2018 പ്രകാരം പറയുന്നത് എ കോമ്പസിഷൻ ഡീലർ ക്യാൻ ഓൾസോ സപ്ലൈ സർവീസസ് ടു എൻ എക്സ്റ്റെൻഡ് ഓഫ് 10% ഓഫ് ടേൺ ഓവർ. ഇപ്പൊ 10% ടേൺ ഓവറിന്റെ 10% വരെയുള്ള എക്സ്ട്രാ ആയിട്ട് അവർക്ക് സപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട് സർവീസസ് ഓർ 5 lakhs അല്ലെങ്കിൽ 5 lakhs വരെ വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ ഏതാണ് കൂടുതൽ വെച്ചാൽ അവർ സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടാതെ അവർക്ക് എക്സ്ട്രാ സർവീസസും സപ്ലൈ ചെയ്യാന്ന് പറയുന്നത് 10% ഓഫ് ടേൺ ഓവർ ഓർ 5 lakh വിച്ച് എവർ ഈസ് ഹയർ ആണ്. അപ്പൊ ആപ്ലിക്കബിൾ ആവുന്ന 1 February 2019 മുതലാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് കോമ്പസിഷൻ സ്കീം അല്ലെ കോമ്പസിഷൻ ലെവി എന്നതിനെ പറ്റി പറയുന്നത്. ഇനി കോമ്പസിഷൻ സ്കീമിൽ നമ്മൾ ആഗ്രിഗേറ്റ് സപ്ലൈ ആണ് പറഞ്ഞത്, ആഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് പറഞ്ഞ 1.5 crore എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് നെക്സ്റ്റ്. ആഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചതാണ്. ഒരേ പാൻ നമ്പർ വെച്ചിട്ട് നമ്മൾ നടത്തിയിരിക്കുന്ന എല്ലാ സപ്ലൈസും, ഓൾ ഇന്ത്യ ബേസിസിൽ നടത്തിയിരിക്കുന്ന എല്ലാ സപ്ലൈസും അതിൽ എക്സ്പോർട്ട് വരും, അതേപോലെ തന്നെ എല്ലാ ടാക്സബിൾ ആയിട്ടുള്ള സപ്ലൈസും എക്സം സപ്ലൈസും എല്ലാം വരും. പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സബിൾ ആയിരിക്കുന്ന സപ്ലൈസ് എന്ന് വെച്ചാൽ ഇൻവേർട്ട് സപ്ലൈസ് ആണെന്നല്ലേ, അത് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് നമ്മൾ 1.5 crore വരെയുള്ളവർക്ക് കോമ്പസിറ്റ് സ്കീം ഓപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ കോമ്പസിറ്റ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ നോർമലി GST ചെയ്യുന്ന സമയത്ത് നമ്മൾ മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യണം അല്ലെ. അത് കൂടാതെ അതല്ലാതെ നമുക്ക് കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സമ്മറൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. ക്വാർട്ടേർലി ബേസിസിൽ മന്ത്ലി ആയിട്ടുള്ള റിട്ടേൺസ് ഫയൽ ചെയ്യാതെ നമ്മൾ ക്വാർട്ടേർലി ബേസിസിൽ എന്ത് ചെയ്താൽ മതി, സമ്മറൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ മാത്രം ഫയൽ ചെയ്താൽ മതി. ഡീറ്റെയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. ഇതൊക്കെയാണ് കോമ്പസിഷൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എലിജിബിലിറ്റി എന്തിന്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഒരു ഇയറിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടേൺ ഓവറിന്റെ ബേസിലാണ്, ആഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ബേസിസിലാണ്. അതിന് ടാക്സ് റേറ്റ് പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് ടാക്സ് റേറ്റ് ആണ് ടോട്ടൽ സെയിൽസിന്റെ മേലെ, അല്ലാതെ ഓരോ പ്രോഡക്റ്റിന് ഓരോ ടാക്സ് റേറ്റ് ഒന്നുമില്ല. ടോട്ടൽ സെയിൽസിന്റെ മേലെ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. റേറ്റ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള ക്രെഡിറ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്ലേസ് ഓഫ് സപ്ലൈ പറയാണ്, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ചെയ്യുന്ന സമയത്ത് കോമ്പസിഷൻ സ്കീം ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് റിട്ടേൺ പറയുന്നത് മന്ത്ലി റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യേണ്ട, നമ്മൾ പറഞ്ഞു അല്ലെ, ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. അത് 18th of month ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. ഇനി അതിനുള്ള ഫോം എന്ന് പറയുന്നത് GSTR 4 ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബില്ലിംഗ്, ഇഷ്യൂസ് ബിൽ ഓഫ് സപ്ലൈ ആൻഡ് നോട്ട് ടാക്സ് ഇൻവോയ്സ് ബിക്കോസ് എ കോമ്പസിഷൻ ഡീലർ കനോട്ട് ചാർജ് ടാക്സ് ഫ്രം ദർ കസ്റ്റമറിന്റെ അടുത്ത് നമുക്ക് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ കേസിൽ. അതുകൊണ്ട് ബിൽ ഓഫ് സപ്ലൈ ആണ് നമ്മൾ കാണിക്കുക. ടാക്സ് ഇൻവോയ്സ് ഇവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ചാൽ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവർക്ക് ടാക്സ് ഇൻവോയ്സും കൊടുക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തം ആരാണ് സപ്ലൈ ചെയ്ത അയാൾ തന്നെ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വേണം ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് പേ ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കൂടി ആഡ് ചെയ്ത പൈസ കളക്ട് ചെയ്യും. ഇവിടെ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തമായിട്ട് പേ ചെയ്യണം. സ്ട്രിക്റ്റ് പീനൽ പ്രൊവിഷൻസ്. ഇഫ് ദ assessee is wrongly registered under the scheme, he is required to pay taxes along with the penalty. ഇനിയിപ്പോൾ റോങ്ലി നമ്മൾ കൊണ്ടുപോയിട്ട് കോമ്പസിഷൻ സ്കീമിൽ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പറയുന്ന നമ്മൾ 1.5 crore ലിമിറ്റ് പറയുന്നുണ്ട്. ഈ ലിമിറ്റ് നോക്കാതെ നമ്മൾ കോമ്പസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള പെനാൽറ്റിയും കൂടി പേ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മൾ
ആ സ്ട്രിക്ട്ലി ഈ റൂൾ പ്രകാരം മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ റോങ് ആയിട്ട് കൊണ്ടുപോയി അതിൽ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ഉണ്ടാവും എന്നർത്ഥം, പണിഷ്മെന്റ് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് അലൗഡ് ടു ഓപ്റ്റ് ഫോർ കോമ്പസിഷൻ സ്കീം. കോമ്പസിഷൻ സ്കീം പ്രകാരം ഓപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ആരൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ, എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയാളോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺസിനോ കോമ്പസിഷൻ സ്കീം പ്രകാരമുള്ള ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, സപ്ലയർ ഹൂസ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്രോസസ് ദ ലിമിറ്റ്. നമ്മൾ 1.5 crore പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഉള്ള ഒരു സപ്ലയർ ആണെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. സപ്ലയർ ഹു ഹാസ് പർച്ചേസ്ഡ് എനി ഗുഡ്സ് ഓർ സർവീസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ അൺലെസ് ഹി ഹാസ് പെയ്ഡ് GST ഓൺ സച്ച് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. അപ്പം നമ്മളൊരു അൺരജിസ്റ്റേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, റിവേഴ്സ് ചാർജ് ബേസിസിൽ പേ ചെയ്യാത്തിടത്തോളം നമുക്ക് കോമ്പസിഷൻ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സപ്ലയർ ഓഫ് സർവീസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസ്. റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലാത്ത സപ്ലയറിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പേഴ്സൺ സപ്ലൈയിങ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് ടാക്സബിൾ അണ്ടർ GST ലോ. GST ലോ പ്രകാരം ടാക്സബിൾ അല്ലാത്ത ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ പ്രകാരം GST കോമ്പസിഷൻ സ്കീം പ്രകാരം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഴ്സൺ മേക്കിംഗ് എനി ഇന്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞ ഇൻട്രാ സ്റ്റേറ്റിന് മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. Supplier making any supply of goods through an electronic commerce operator who is required to collect tax at source under section 52. അപ്പോൾ ടാക്സ് അറ്റ് സോഴ്സ് TCS കളക്ട് ചെയ്യേണ്ട ഒരു പേഴ്സൺ ആണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററും ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാനുഫാക്ചർ ഓഫ് ഐസ്ക്രീം, പാൻ മസാല ഓർ ടൊബാക്കോ ഇത്രയും പ്രോഡക്ട്സിൻ്റെ ആൾക്കാർക്കും കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ ലിമിറ്റേഷൻസ് അല്ലെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മളോട് പ്രത്യേകം പറഞ്ഞു ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കോമ്പസിഷൻ സ്കീം രജിസ്റ്റർ ചെയ്ത ആള്. അപ്പോൾ അയാൾക്ക് അത്രയും ടെറിട്ടറി ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രമേ അയാളുടെ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ, നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് അവൈലബിൾ ടു കോമ്പസിഷൻ ഡീലർ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ അല്ല അയാൾക്ക്. അയാൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അടച്ചു കഴിഞ്ഞാലും അത് മൈനസ് ചെയ്തിട്ടില്ല അയാൾ പിന്നെ നമ്മൾ പറഞ്ഞ കോമ്പസിഷനിൽ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് പ്രകാരമുള്ള ടാക്സ് അടക്കേണ്ടത്. നെക്സ്റ്റ്, ദ ടാക്സ് പെയർ വിൽ നോട്ട് ബി എലിജിബിൾ ടു സപ്ലൈ നോൺ ടാക്സബിൾ ഗുഡ്സ് അണ്ടർ GST സച്ച് ആസ് ആൽക്കഹോൾ ആൻഡ് ഗുഡ്സ് ത്രൂ ഇ-കൊമേഴ്സ് പോർട്ടൽ. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് പോർട്ടൽ പ്രകാരമുള്ള രജിസ്ട്രേഷൻ പറ്റില്ല. അതേപോലെ തന്നെ നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആയ ആൽക്കഹോൾ പോലെയുള്ളത് ഇവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ടാക്സ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ കോമ്പസിഷൻ സ്കീമിൽ ടാക്സ് റേറ്റ് അറിഞ്ഞ്. അപ്പോൾ ടാക്സ് റേറ്റ് നമുക്ക് മാനുഫാക്ചറർ ആൻഡ് ട്രേഡേഴ്സ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയും അതേപോലെ തന്നെ അത് ട്രേഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്മൾ കോമ്പസിഷൻ സ്കീം പ്രകാരം അടക്കേണ്ടത് 1% ആണ്. ടോട്ടൽ എത്രയാണ് അവർ സെയിൽസ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ 1% ടാക്സ് അടിച്ചാൽ മതി. ഇത് CGST 0.5%, SGST 0.5% കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 1% വരുന്നത്. ഇനി റെസ്റ്റോറൻറ്റ്സ് ആണ്. ആൽക്കഹോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസസിൽ നമ്മൾ പറഞ്ഞില്ല റെസ്റ്റോറൻറ്റ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റ് അടക്കേണ്ട 5% ആണ്. അപ്പോൾ 5%ൽ തന്നെ CGST എന്ന് പറഞ്ഞാൽ 2.5%, അതേപോലെ തന്നെ SGST എന്ന് പറഞ്ഞാൽ 2.5% കൂട്ടിയിട്ടാണ്. ഇനി വേറെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ആരെങ്കിലും ആണെങ്കിൽ അവരടക്കേണ്ട 6% ആണ്. 6%ൽ 3% CGSTയും 3% SGSTയും ഇങ്ങനെയാണ് നമ്മൾ അടക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോമ്പസിഷൻ സ്കീമിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ആദ്യം പഠിച്ചത് എന്താണ്, ഇ-കൊമേഴ്സ് എന്താണ്, GST പ്രകാരം ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലാബിലിറ്റി ടു പേ ടാക്സ്, ആരാണ് ടാക്സ് പേ ചെയ്യാൻ ലാബിൾ ആയിട്ടിരിക്കുന്ന പേഴ്സൺ, GST പ്രകാരം ആരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം നമ്മൾ പഠിച്ചു. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആപ്ലിക്കബിൾ ആവുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് കോമ്പസിഷൻ സ്കീമാണ്.
ഇപ്പോൾ കോമ്പസിഷൻ സ്കീം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കീ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയൊക്കെ കോമ്പസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ കോമ്പസിഷൻ സ്കീമിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ കോമ്പസിഷൻ സ്കീമിൻ്റെ റേറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.